ഇന്നത്തെ റെസിപ്പി പനീർ മട്ടർ മസാലയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പനീർ ബട്ടർ മസാല ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നു അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, കുറച്ച് പേര് ഇനി കാണാത്തവരുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് മറക്കാതെ കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കണം. അത് ഉണ്ടാക്കി നോക്കിയവരുടെ കമൻസ് ഞാനതിൽ പിൻ ചെയ്തിട്ടുണ്ട്. നല്ല നിങ്ങൾ ഇതുവരെയും റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാത്ത രീതിയിൽ ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്ന് പറയുമ്പോൾ അത് നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിലും ഒരുപടി മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുപോലെ നിങ്ങൾ നേരത്തെ കുറേ റെസിപ്പികൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പം നിങ്ങൾ ആ റെസിപ്പി ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത്. ഞാൻ അങ്ങനെ എടുത്തു പറയുന്ന റെസിപ്പികളുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമേ. ഇതിൻ്റെ അത് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ചേർക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, പകരം കുറച്ച് കോൺഫ്ലോർ കലക്കി ഒഴിച്ചാൽ മതി. കറിക്ക് ഒരു തിക്നെസ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ലേശം കുറയുന്നുള്ളൂ, എന്നാലും സാരമില്ല. എല്ലാവരുടെയും കിച്ചണിൽ എപ്പോഴും കുക്കിംഗ് ക്രീം ഒന്നും കാണണമെന്നില്ലല്ലോ. പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഈ കറി നമുക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ചപ്പാത്തിയുടെയും അതുപോലെ നാൻ, റൊട്ടി, അതുപോലെ തന്നെ വെജിറ്റബിൾ പുലാവ്, ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾക്കിത് തയ്യാറാക്കിയാൽ ഇഷ്ടമാകും കേട്ടോ. നല്ലൊരു കറിയാണ് ഇത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണ്, പക്ഷേ എല്ലാ റെസ്റ്റോറൻറ്റിലൊന്നും ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അത് നമ്മുടെ ഒരു റെസിപ്പിയാണ്. ഓക്കെ, ഒരു പാൻ വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ 200 ഗ്രാം പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കറിയിൽ കിടന്ന് പനീർ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗണർ ആകുമ്പോൾ അങ്ങ് കോരി മാറ്റി വെച്ചാൽ മതി. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പനീറിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പാനിന് എണ്ണ മാറ്റി പാനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് തിരിച്ച് അടുപ്പിലേക്ക് വെക്കുന്നത്. ഇനി നമ്മൾ അതേ എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കണം. ഏലക്കായും ഗ്രാമ്പും നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോൾ, അതായത് ഒരു മണമൊക്കെ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ചെറിയ 2 സവാള ഇതേപോലെ ചോപ്പ് ചെയ്തത് ഇങ്ങനെ തന്നെ അരിയണം കേട്ടോ. ഇതിൻ്റെ കൂടെ 3-4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചോപ്പ് ചെയ്തതും, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതേപോലെ കട്ടി കുറച്ച് നീളത്തിൽ അരിയുകയോ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റണം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി സവാളയും എല്ലാം നല്ലതുപോലെ വഴണ്ടിയിട്ട് ഇത് കട്ടി കുറയണം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു 3-4 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ കട്ടി കുറഞ്ഞ് വഴണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് തക്കാളി നല്ലൊരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ തക്കാളി അരിയണം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. സവാളയും തക്കാളിയും നല്ലതുപോലെ സോഫ്റ്റായി നല്ലതുപോലെ വഴണ്ട് കിട്ടിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ മഞ്ഞൾപ്പൊടിയുടെയും അതുപോലെ മല്ലിപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറ്റണം. അപ്പോൾ കറിക്ക് പച്ചക്കുത്തലൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, അത് വീട്ടിൽ പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. ആ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊരു ഗ്രേവിയുടെ ഒരു പരുവൊക്കെ കണക്കാക്കി വേണം ഒഴിക്കാൻ. നമ്മുടെ ഈ കറിക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. തിള വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പോൾ 1/2 കപ്പ് നിങ്ങൾ കപ്പില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കൈപ്പിടിയോ അല്ലെങ്കിൽ ഏകദേശം 1 കൈപ്പിടിയോ നിങ്ങളുടെ കൈയുടെ അളവെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചു. മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് വേവൊന്നുമില്ല, ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതുപോലെ പനീറിന് വലിയ വേവൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് മിനിറ്റുകളൊന്ന് തിളച്ച് നല്ലൊരു തിള വരുമ്പോൾ അടപ്പ് മാറ്റണം. അടപ്പ് മാറ്റിയ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഗ്രേവി ഒരുപാട് കുറുകി പോകും.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് പാലിൽ, സാധാരണ പശുവും പാലിൽ അരച്ചെടുത്താണ് മിക്സിയുടെ ചെറിയ ജാറിൽ. ഒരു 8 അണ്ടിപ്പരിപ്പ് മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു 10 എണ്ണം മതി മാക്സിമം. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറ് 1-2 പ്രാവശ്യം ഒന്ന് കഴുകി, കുറച്ച് വെള്ളം ചേർത്ത് കഴുകി ഒഴിക്കണം കേട്ടോ. എന്നാലേ ആ ഗ്രേവിയുടെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലതുപോലെ മിക്സാക്കി കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി അതൊന്ന് കയ്യിൽ റബ്ബ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. പിന്നെ ഒരു 1/4 കപ്പോളം കുക്കിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കുറച്ച് കോൺഫ്ലോർ കലക്കി ചേർത്താലും മതി കേട്ടോ. ചിലരുടെ കയ്യിലൊന്നും കുക്കിംഗ് ക്രീം കാണത്തില്ല. ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോർ കലക്കി ചേർത്താലും മതി. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായി ഒരു നല്ലൊരു ഗ്രേവിയൊക്കെ ഒരു നല്ലൊരു ലുക്കാകുമ്പോൾ, നമ്മൾ ഒരുപാട് തിളയ്ക്കുകയൊന്നും ചെയ്യരുത്, നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം അന്നേരം തന്നെ ഉപയോഗിക്കില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. നല്ല ചൂട് ചപ്പാത്തി, റൊട്ടി, നാൻ, അതുപോലെ ഫ്രൈഡ് റൈസ്, പുലാവ്, ഇതിൻ്റെ എല്ലാം കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ലൊരു കറിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. കാരണം എല്ലാം കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.